ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എസ് കെ ഗേൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. സോ നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രീം ലെവലിൽ പുതിയതായി വന്ന ഒരു അപ്ഡേഷനാണ് മാനേജർ മോഡ്. സോ മാനേജർ മോഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എല്ലാ മാച്ചസിൻ്റെയും ടീം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം എല്ലാ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് കൊടുത്തു. സോ അതുവഴി നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സോ മാനേജർ മോഡ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം, എന്താണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. സോ മാനേജർ മോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 300 ട്രാൻസ്ഫർ ആണ് നമുക്ക് കിട്ടുക. അതായത് 74 മാച്ചിലായിട്ട് 300 ട്രാൻസ്ഫർ കിട്ടും. ഈ 300 ട്രാൻസ്ഫർ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. സോ ഈ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് എടുത്ത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സമ്മാനങ്ങളാണ് അടിപൊളി. ഇവിടെ നിങ്ങൾ ഒരുപോലെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റ് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് 50 ലക്ഷം രൂപന്റെ ഓടി കാറാണ്, അതുപോലെ തന്നെ ബുള്ളറ്റ് 4 ലക്ഷം രൂപ അടുത്ത് വണ്ടി, റോയൽ എൻഫീൽഡിന്റെ ഒരു വണ്ടി കിട്ടും. പിന്നെ അതുപോലെ തന്നെ കുറെ വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ആപ്ലിക്കേഷൻ ഒരു കുബേര ഫാൻസ് ആണ്. ഈ ആപ്ലിക്കേഷൻ ഡ്രീം ലെവലിനേക്കാൾ അടിപൊളി ആപ്ലിക്കേഷനാണ്. കാരണം എന്താണ് പറയുക, ഈ ആപ്ലിക്കേഷൻ വാങ്ങുന്ന കമ്മീഷനാണ് വളരെ കുറച്ച് കമ്മീഷൻ മാത്രം വാങ്ങുന്നുള്ളൂ. ഈ കാണുന്ന ഈ കോൺടെസ്റ്റ് 260 രൂപയാണ് ഇതിൽ. പക്ഷേ നമ്മൾ ഡ്രീം ലെവലിൽ ഈ കോൺടെസ്റ്റ് കളിക്കുകയാണെങ്കിൽ 300 രൂപ കൊടുക്കണം. ഈ സെയിം കോൺടെസ്റ്റ് സ്പോട്ടുള്ള സെയിം കോൺടെസ്റ്റിന് 300 രൂപയാണ് നിങ്ങൾ ഡ്രീം ലെവലിൽ കൊടുക്കുന്നത്. ഇവിടെ 260 രൂപ കൊടുക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാഭമാണ്. സോ നിങ്ങൾ ഒരു 5 മാച്ച് കളിക്കുമ്പോൾ ഇതേ കോൺടെസ്റ്റ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഡ്രീം ലെവലിൽ 5 കളിക്കുന്നത് ഇവിടെ 6 കളിക്കാൻ പറ്റും. അപ്പോൾ മസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ആപ്ലിക്കേഷൻ ഒരുപാട് കോൺടെസ്റ്റ്, ഇഷ്ടംപോലെ കോൺടെസ്റ്റ്, എല്ലാ കോൺടെസ്റ്റും നല്ല രീതിയിൽ തന്നെ ഓഫർ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അടിപൊളി ഓപ്ഷനാണ് ഡു ഓപ്ഷൻ നോക്കണം. അതിനേക്കാൾ കിടലാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്ലെയറിനെ മാത്രം പിക്ക് ചെയ്താൽ മതി. അത് ഒരു പ്ലെയറിനെ പിക്ക് ചെയ്യുന്നു, ആ പ്ലെയർ നന്നായി കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ എന്താണ് പറയുക, നിങ്ങൾ സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ടീമൊക്കെ ഇടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡു ഓപ്ഷൻ ട്രൈ ചെയ്യുക. കാരണം ഡു ഓപ്ഷൻ നിങ്ങൾക്ക് സുപ്പ് ഗില്ലാണോ ജസ്റ്റ് ഗില്ലിന് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് കോൺടെസ്റ്റ് ചെയ്താണോ ആ കോൺടെസ്റ്റ് ജസ്റ്റ് ജോയിൻ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ചെയ്യുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ടൈം കൊടുത്തിട്ട് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കിട്ടും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക മാത്രം നിങ്ങൾ കളിച്ചാൽ മതി. നിങ്ങൾ അപ്പോൾ തന്നെ അൺലിസ്റ്റഡ്. അതുപോലെ തന്നെ നോക്കുകയാണ് പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇതാണ്. സോ ഇതിൽ നിങ്ങൾ ടോപ്പ് വന്നതിന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ 300 ട്രാൻസ്ഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ കളി തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലാസ്റ്റ് പോയിന്റ് ഒക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റാങ്ക് എത്താൻ പറ്റും. സോ ഒരുപാട് എല്ലാവരും തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കറക്റ്റായി കൊണ്ടുപോകുന്നത് വളരെ കുറച്ച് പേരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ പിന്നെ നോക്കുകയാണ് പറഞ്ഞാൽ അതുപോലെ വീക്കിലി ആയിട്ടുള്ള കാര്യമുണ്ട്. സോ വീക്കിലി പ്രൈസസും ഇതിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കുകയാണ് പറയുന്നത് വൗച്ചേഴ്സ്, അതായത് VIP ടിക്കറ്റ്സ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഒരു 10,000, 1,000 രൂപ, 2,000 ഈ റേഞ്ചിലാണ് കൊടുക്കുന്നത്. സോ ഇതിന് നിങ്ങൾ ഒന്നും തന്നെ നിങ്ങളോട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. സോ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന നിങ്ങൾ പൈസ ആഡ് ചെയ്ത് കളിക്കാതില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചുമ്മാ വെറുതെ കളിച്ചാൽ തന്നെ ഇത് നിങ്ങൾക്ക് ഇത് കിട്ടാണ്. സോ നിങ്ങൾക്ക് പാൻ കാർഡ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺടെസ്റ്റ് മാത്രം ജസ്റ്റ് ജോയിൻ ചെയ്ത് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ നമുക്കിപ്പോൾ കാണിച്ച പോലെ അതുപോലെ തന്നെ ഈ 300 ട്രാൻസ്ഫർ അല്ലാതെ നിങ്ങൾക്ക് 14 ബൂസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഓരോ ഓൾറൗണ്ടർ, ബാറ്റർ, ബോളർ, അങ്ങനെ ഓരോരുത്തർക്കും ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ച് ഇതിൽ കാണുന്ന പോലെ തന്നെ ഇത് ഓരോ ബൂസ്റ്റിംഗ് ഇത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബാറ്റിംഗ് ബൂസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എത്രയാണോ ആ ബാറ്റിംഗ് സെക്ഷനിൽ റൺ എടുക്കുന്നത് അത് ഡബിൾ ആവും. നിങ്ങൾ ഈ ഏത് മാച്ചിലാണ് യൂസ് ചെയ്യുന്നത് ആ മാച്ചിങ് സെക്ഷനിൽ റൺ എടുക്കുന്നതിന് ഡബിൾ ആവും. ബാറ്റിംഗ് എടുത്താൽ ബോളിംഗ് സെക്ഷൻ മൊത്തം പോയിന്റ് എടുക്കുന്നതിന് ഡബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മൊത്തം 14 യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ റൺസും അല്ല ബോൾ ഏതാണോ കൂടുതൽ ചാൻസ് ഉള്ള മാച്ചസ് ആ മാച്ചസ് സെലക്ട് ചെയ്ത് ആ മാച്ചസിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ മാച്ചസ് നല്ല രീതിയിൽ റൺസ് കയറി അല്ലെങ്കിൽ റൺസ് എന്താ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡബിളായി കിട്ടുന്നതായിരിക്കും. സോ ഈ രീതിയൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ മാക്സിമം പറഞ്ഞാൽ 300 ട്രാൻസ്ഫർ. അപ്പോൾ നിങ്ങൾ ഏറ്റവും കുറച്ച് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഒരുപാട് ട്രാൻസ്ഫർ ചെയ്ത് നല്ല രീതിയിൽ പോയിന്റ് എടുത്ത് ടോപ്പിലേക്ക് വരാൻ പറ്റും. പക്ഷേ മെയിൻ ആയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ മാനേജിംഗ് മോഡിന് ഫസ്റ്റ് നമ്മൾ ടീം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു ടീം ഇട്ട് വെച്ച് തന്നെയാണ് ഈ കാണുന്നത്. സോ ഇന്നത്തെ മാച്ചിന്റെ അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടക്കുന്ന മാച്ചസ് സെലക്ട് ചെയ്യണം. നിങ്ങൾ ഇവിടെ ഫിൽട്ടർ ഓപ്ഷൻ എടുത്തിട്ട് ചെന്നൈയുടെയും ഗുജറാത്തിന്റെയും മാച്ചാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു നമ്മൾ പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് വന്നു. ഇതിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ താഴെ മൊത്തം പ്ലേയേഴ്സ്, നമ്മൾ ഈ സെലക്ട് ചെയ്തതല്ല, നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച പ്ലേയേഴ്സും അല്ലാതെ താഴെ കാണുന്നതല്ല, സെലക്ട് ചെയ്ത് കിടക്കുന്നതല്ല. ഇപ്പോൾ ചെന്നൈയിൽ നാളെ ഇന്ന് കളിക്കാൻ പോകുന്ന മാച്ചിന്റെ ടീമിലുള്ള ആളായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ സുദർശനം മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറൊരു പ്ലെയർ ഗില്ലിന് കൊടുക്കും, ഗില്ല് കൊടുക്കുക. എന്ത് വേണം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ സുദർശൻ മാറ്റി ഗില്ലിന് കൊടുക്കുക, അങ്ങനെ കൊടുക്കുക. ഇല്ല പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഷർമനെ മാറ്റി, ഷർമ മുമ്പേ കളിക്കാത്തതുകൊണ്ട് നമ്മൾ ഷർമനെ മാറ്റിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു പ്ലെയർ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നു. സോ അപ്പോൾ ഞാൻ എക്സാമ്പിൾ ഞാനിപ്പോൾ ഗില്ലിന് ഞാൻ കൊടുത്തു. ഇപ്പോൾ മൊത്തം എൻ്റെ ഇതിൽ കാണാൻ പറ്റും 4 ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുണ്ട്. അതായത് മൊത്തം ഞാൻ 4 ട്രാൻസ്ഫർ ഇപ്പോൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ടോപ്പിൽ കാണാൻ പറ്റും. ട്രാൻസ്ഫർ ഇൻ യൂസ് ഫണ്ട് ഈ സംഭവം 4 ട്രാൻസ്ഫർ ഞാൻ ഇന്നത്തെ ഈ മാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് ഏതാ പ്ലെയറിനെ ട്രാൻസ്ഫർ ചെയ്ത് പക്കയായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പം ഇന്നത്തെ എല്ലാ മാച്ചിലും ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സിനെ മാറ്റിയിട്ട് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞ കളിയിൽ ഇനി വരുന്ന കളികളിൽ പോയിന്റ്സ് എടുക്കാൻ ചാൻസ് കുറവായി തോന്നുന്ന പ്ലെയേഴ്സിന് നിങ്ങൾ മാറ്റിയ ശേഷം പുതിയ പ്ലെയേഴ്സിനെ നന്നായി കളിക്കുന്ന പ്ലെയേഴ്സിന് ലേറ്റസ്റ്റ് മാച്ചസിൽ നന്നായി കളിക്കുന്ന പ്ലെയേഴ്സിനെ ആഡ് ചെയ്ത് സേവ് ചെയ്യുക.
ആൻഡ് നിങ്ങൾ ക്യാപ്റ്റൻ വിസിയും കൊടുക്കണം. സോ ക്യാപ്റ്റൻ വിസിയും കൊടുക്കുമ്പോഴും നിങ്ങൾ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സ്, അത് ഇന്നത്തെ നിങ്ങൾ ടീമിലാണെങ്കിൽ ഇന്നത്തെ ടീമിൽ ഏറ്റവും നന്നായി കളിക്കുന്ന പ്ലെയർ ഏതാണോ അതിന്. അപ്പോൾ ഇന്നത്തെ ഗില്ലാണെങ്കിൽ ഗില്ല് കൊടുക്കുക. അതേപോലെ വേറെ പേരെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നിപ്പോൾ വേറെ നന്നായി കളിക്കുന്ന ഒരാളുണ്ട് പറഞ്ഞാൽ നിങ്ങൾ ആ പ്ലെയറിനെ കൊടുക്കുക. അപ്പോൾ ചെന്നൈയിൽ നിന്ന് കളിക്കുന്നുണ്ട്, അപ്പോൾ ചെന്നൈക്ക് ഗെയ്ക്വാദിന് കൊടുക്കും, ഗെയ്ക്വാദിന് കൊടുത്ത് നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്ത് സേവ് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാനേജർ മോഡിൽ പിന്നെ ഞാൻ പവർ ഓൾറൗണ്ടേഴ്സിന്റെ അത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാതെ ഇത് ജസ്റ്റ് നിങ്ങൾ കാണുന്ന പോലെ ഏതാണോ നിങ്ങൾക്ക് കൊടുക്കുന്നത് അത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ 2x പോയിന്റ്സ് ഇൻക്രീസ്മെന്റ് ആവുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇതിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, ഇതിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നിങ്ങൾ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്ത് കണ്ട് സേവ് ചെയ്യുക കാണുമ്പോൾ ട്രാൻസ്ഫർ കൺഫേം കൊടുത്തതിന് കഴിയും. ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ട്രാൻസ്ഫർ എല്ലാം കൺഫേം. 4 ട്രാൻസ്ഫർ ഞാനിപ്പോൾ ചെയ്തതിൻ്റെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഞാൻ മൊത്തം ഇതുവരെ 13 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ബാക്കി 287 ട്രാൻസ്ഫർ ഉണ്ട്. അതുപോലെ ബൂസ്റ്ററിൽ 13 ബൂസ്റ്റർ ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻഡ് ഓഫ് ദി സീസൺ ഈ ലീഗ് എൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല പോയിന്റ്സ് ഉണ്ട്. വേറെ നിങ്ങൾ ഈ ടോപ്പിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓടി ഇതിങ്ങനെ ഒരു പ്രൈസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ നമ്മുടെ ടെലിഗ്രാം ജോയിൻ ചെയ്ത് തീർച്ചയായിട്ടും ടെലിഗ്രാം ജോയിൻ ചെയ്യുക. മസ്റ്റ് ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബയോയിലുണ്ട്. താങ്ക് യു.